ഡൽഹി സ്ഫോടനത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഓരോ മണിക്കൂർ കഴിയുന്തോറും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു, പാകിസ്ഥാന് ഇതിന് വലിയ മറുപടി കൊടുക്കും, പാകിസ്ഥാൻ ഇതിൽ ഖേദിക്കും എന്ന് കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അദ്ദേഹം അത് ചെയ്തു കാണിച്ചു. ഇപ്പോഴിതാ ഡൽഹി സ്ഫോടനത്തിൻ്റെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികാരനിർഭരമായിട്ടുള്ളൊരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ പോലും ഇതിൽ നിയമത്തിന് മുമ്പിൽ വരാതിരിക്കില്ല എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. ഈ ഏറ്റവും കഠിനമായ വാക്കുകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സ്ഫോടനത്തെ അപലപിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 9 പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയാണ് ചെയ്തത്. ദേശീയ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രത പാലിക്കുകയും കുറ്റവാളികളെ പിടികൂടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പോരാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സാക്റ്റ് വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, തിംഫുവിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ ഇതിനു പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് വളരെ ഭാരമുള്ള ഹൃദയത്തോടെയാണ് ഞാനിവിടെ വരുന്നത്. ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ നടന്ന ഭയാനകരമായിട്ടുള്ള സംഭവം എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിച്ചു. ദുരിതബാധിത കുടുംബങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് മുഴുവൻ രാഷ്ട്രവും അവരോടൊപ്പം നിൽക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഈ സംഭവം അന്വേഷിക്കുന്ന എല്ലാ ഏജൻസികളുമായും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഏജൻസികൾ ഒരു ഗൂഢാലോചനയുടെ അടിത്തട്ടിലേക്ക് എത്തും. ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ല. ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.